ആത്മാക്കളുടെ പ്രസൻസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന ഒരുപാട് ആത്മാക്കളല്ലേ. ഇവർക്കൊരു എന്താ പറയുക, ഒരു സ്പേസ് വേണ്ടേ. ചില മരണം ചില ബെഡില് ആരെ കൊണ്ടാക്കിയാലും മരണം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഇന്ന് ഭൂമിയിലുള്ളത് പോസിറ്റീവ് എനർജിയെക്കാളും കൂടുതൽ നെഗറ്റീവ് എനർജിയാണ്. നമ്മുടെ കൂടെ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും ഓരോ ആത്മാക്കളാണ്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലായിരിക്കും നമ്മൾ ഞെട്ടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് ഒരു എനർജി ഉണ്ടാവും. പ്രതിവേട്ട നമസ്കാരം. നമസ്തേ. ഈ ഹോസ്പിറ്റലുകളിലാണോ ഏറ്റവും കൂടുതൽ ആത്മാക്കൾ ഉണ്ടാവുക? ഹോസ്പിറ്റലുകളിലല്ല, നമ്മളിരിക്കുന്ന സറൗണ്ടിങ്സിൽ ആത്മാക്കൾ ഒത്തിരി ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സോളിന്റെ ഒരു സംഭവം. എല്ലാ സ്ഥലങ്ങളിലും ആത്മാക്കളുടെ പ്രസൻസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അത് ഏത് തരം ആത്മാവാണ്, അല്ലെങ്കിൽ അത് എന്തിന് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നതൊക്കെ നമ്മുടെ ആത്മാവിന്റെ, നമ്മുടെ സോളിന്റെ പവർഫുൾ. ഹോസ്പിറ്റലുണ്ട്, എല്ലാ ഹോസ്പിറ്റലുകളിലും. ഇപ്പോൾ ഒരു സമയത്ത് വളരെ ഫെമിലിയർ ആണ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തൂടെ രാത്രി പോകുന്ന സമയത്ത് വിളി കേൾക്കുമെന്ന് പറയുന്നുണ്ട്. ചില ഗ്രേവിയാർഡിന്റെ സൈഡിൽ കൂടെ പോകുന്ന, മോർച്ചറി സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് വിളി കേൾക്കുമെന്ന് പറയുന്നുണ്ട്. ഈവൻ നമ്മുടെ കൊല്ലം പലരും പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാ? സ്വാഭാവികമായിട്ട് സത്യമാണ്. അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന ഒരുപാട് ആത്മാക്കളല്ലേ. ഇവർക്കൊരു എന്താ പറയുക, ഒരു സ്പേസ് വേണ്ടേ. ഈ സ്പേസ് തേടി ഇവരൊരു കംഫർട്ട് സ്പേസിൽ ഇരിക്കുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് സ്വാഭാവികമായിട്ടും വരും, അല്ലേ? അങ്ങനെയൊക്കെയാണ് പലരുടെയും ബോഡിയിലേക്ക് വരുന്നത്. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് എസ്പെഷ്യലി ചിത്രം മനസ്സിലാക്കേണ്ടത്, ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിനോട് ചോദിച്ചു നോക്കൂ, നഴ്സിന് പറയാൻ മിനിമം 10 കഥയുണ്ടാവും. പക്ഷെ പലരും അവരുടെ എന്താ പറയുക, ഒരു പോളിസിക്കകത്ത് പലരും പറയില്ല. പക്ഷെ നേഴ്സസ് പറയും, ഡോക്ടേഴ്സ് പിന്നെയും പറയും, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറയണമെന്നില്ല. ICUലാണ് ഏറ്റവും കൂടുതൽ കിടന്ന് മരണപ്പെട്ടു പോകുന്ന മിക്ക ഹോസ്പിറ്റലിൽ നോക്കിയാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ അത് എൻ്റെ ഒബ്സർവേഷൻ ആണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഒബ്സർവേഷൻ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇത് ചെയ്യുന്നില്ല. മിക്ക ഹോസ്പിറ്റലിലും 13 എന്ന് പറയുന്ന നമ്പർ കാണില്ല ലിഫ്റ്റില്. ഇന്ന് പോലെ പോകുമ്പോൾ ശ്രദ്ധിച്ചോളൂ. ഏത് ഹോസ്പിറ്റലിൽ നമ്മൾ ലിഫ്റ്റിൽ കയറിയാലും 13 മിസ്സിംഗ് ആണ്. എനിക്കിതുപോലെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ലിഫ്റ്റിൽ കയറിയപ്പോഴത്തേനും ആളിങ്ങനെ എന്റെ കൂടെയുള്ള ആള് പറഞ്ഞു, അപ്പം എനിക്ക് പോകേണ്ടത് 9th അപ്പൊ ആ കൂടെ വന്ന ആള് 12th അങ്ങനെ എന്തോ ആണ് പോയത്. അപ്പൊ പെട്ടെന്ന് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് 13 അന്നേരം എനിക്കിത് മനസ്സിലായില്ലേ. ഇപ്പൊ പ്രതിവേട്ടം പറഞ്ഞപ്പോ എനിക്കിത് കണക്ട്. ശരി, 13 സംഭവമില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നെ മനസ്സിലാക്കിയാൽ മതി, ഞാൻ ഇതിലേക്ക് ഇത് ചെയ്യുന്നില്ല. 2, ഈ ഹോസ്പിറ്റലില് ICUല് കിടന്ന് മരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. ചില മരണം ചില ബെഡില് ആരെ കൊണ്ടാക്കിയാലും മരണം ഉണ്ടാവും. ആ ബെഡിൽ ആര് കിടന്നു കഴിഞ്ഞാലും ഈ ICUല് വർക്ക് ചെയ്യുന്ന നേഴ്സസോട് ചോദിച്ചാൽ മനസ്സിലാവും. ആ ബെഡിൽ ആര് കിടന്നു കഴിഞ്ഞാലും ഒരു ബെറ്റർ സ്റ്റേജിലേക്ക് വരില്ല, ഒരു ക്രോണിക് സിറ്റുവേഷനിലേക്ക് പോരും. ഈവൻ നല്ല പേഷ്യൻ്റ് ആണ്, വേറെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, വേറെ എല്ലാം കൺട്രോൾഡ് ആണ്, ആ വിശ്വസിച്ചാണ് ആ ബെഡിൽ കൊണ്ടുപോകുന്നത്. ആ ബെഡിൽ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും. ആ ബെഡിൽ കിടന്നു പോയാൽ അത്രയും അനുഭവിച്ച് മരിച്ചതായിരിക്കും. ആർക്കാ മരിക്കാൻ ആഗ്രഹം? ഞാൻ പലരും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മള് അറിയാതെ ജനിക്കുന്നു, അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുന്നു, അറിയാതെ മരിക്കുന്നു. അല്ല, 3 മേജർ ഇവന്റ്സ് ആണ്. മരണം ആർക്കും ഇഷ്ടമല്ല, പക്ഷെ ഈ അനുഭവിച്ച് മരിക്കുക എന്ന് പറയുന്നില്ലേ. അപ്പൊ അനുഭവിച്ച് മരിക്കുമ്പോൾ അത്രയും വേദന. ഒരു എക്സാമ്പിള്, ഒരു ആംബുലൻസ് പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഭയങ്കര സ്പീഡിൽ ആംബുലൻസ് പോകുന്നു, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വണ്ടി സൈഡിൽ ഇറക്കി കൊടുക്കുക. കാരണം അതിന്റെ പുറകെ പോകുന്ന ഒരു 50 പേരുണ്ടാവും. ഈ 50 പേര് പോകുമ്പോ ഒരു ആത്മാവ് ഇങ്ങനെ ഇടന്ന് വേദന എടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുക. ഇവൻ ഇവിടുന്ന് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക. ഇതിന്റെ പരിണിതഫലം കിട്ടാതിരിക്കുമോ? സിമ്പിൾ കോസ് ആണ്. ഒരാള് വേദന എടുത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ വേറൊരാള് പുറകെ നിന്ന് ഇങ്ങനെ ചേസ് ചെയ്ത് ഇങ്ങനെ വരിക. അതായത് ഓവർടേക്ക് ചെയ്യണം, അല്ലെ ഇതിന്റെ പുറകെ പോകണം എന്നുള്ളതാണ്. കഴിവത് ഒഴിഞ്ഞ് മാറിയിക്കുക, അല്ലെ? അപ്പോ അത്രയും അനുഭവിച്ച് മരിക്കുന്ന ഒരാളുടെ സാന്നിധ്യം ഇത്ര ദിവസം അവിടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ബെഡിൽ വേറൊരാൾ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള കേസാണ്, രാത്രി സമയങ്ങളിൽ ബെല്ല് കേൾക്കും. അതായത് ഒരു പേഷ്യന്റിന് എമർജൻസി ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സിന് അലേർട്ട് ചെയ്യാൻ ഒരു കയ്യിലൊരു ബെല്ല് കൊടുത്തേക്കും, അല്ലെ? ബെല്ല് കേൾക്കും. പക്ഷെ ആ ബെഡില് പേഷ്യന്റ് ഇല്ല. സിസ്റ്റേഴ്സ് നേരെ അവിടെ പോയി നോക്കും, ബെല്ലില്ല. പേഷ്യന്റ് ഇല്ല, ബെല്ലുണ്ട്, പേഷ്യന്റ് ഇല്ല. മിക്കയിടത്തുള്ള പല പല സംഭവങ്ങളുണ്ട്. ഭയങ്കരമായി നമ്മൾ പേടിക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ. പക്ഷെ അങ്ങനൊരു സംഭവമുണ്ട്. അതിനാണ് ഇപ്പോ പല ഹോസ്പിറ്റലുകളിലും ഈ പുകയ്ക്കാറുണ്ട്.
അതിനൊരു വേർഡിങ്സ് പറയാം. ആ വേർഡിങ്സ് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഈ പോയിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോകുമെന്നാണ് പറയുന്നത്. ഈ അവിടെ നിൽക്കുന്ന എന്താ പറയാ ദുഷ്ശക്തികൾ അല്ലെങ്കിൽ ചില സോൾസ്, ഇങ്ങനത്തെ സോൾസ്, അതായത് വീക്ക് സോൾസ് പൂർണ്ണമായിട്ടും മാറിപ്പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് സംഭവമുണ്ട്. ഇത് ഒരാളുടെ അല്ല, ഒരുപാട് എക്സ്പീരിയൻസ് പലർക്കുള്ള സംഭവം തന്നെയാണ്. പലരും അവരുടെ പോളിസി വെച്ച് പറയില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പലരുടെയും ശരീരത്തില് പല ആത്മാക്കളെ കൊണ്ടും പല ദുഷിച്ച കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഫലമായിട്ടാണ് വരുന്നത്? പലരുടെയും കാര്യങ്ങൾ നടത്താൻ വേണ്ടി പലരും ചെയ്യുന്നുണ്ട് ചിത്ര. പക്ഷെ അതൊക്കെ നമ്മളത് ഓപ്പണായിട്ട് ചോദിക്കുന്നതിന് ശരിയല്ല. അങ്ങനെ ഒരു സംഭവം ചെയ്യണമെങ്കിൽ അവർക്ക് 100% അതിൻ്റെ ഒരു റിസൾട്ട് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അതായത് ഏറ്റവും കൂടുതൽ ഇന്ന് ഭൂമിയിലുള്ളത് പോസിറ്റീവ് എനർജിയെക്കാളും കൂടുതൽ നെഗറ്റീവ് എനർജിയുണ്ട് അല്ലേ? നെഗറ്റീവ് എനർജിയെ സ്വായത്തമാക്കിക്കൊണ്ട് അവരുടെ ശരീരത്തിലേക്ക് അതിനെ ആവാഹിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഫലങ്ങൾ എന്തായിരിക്കും? അങ്ങനെ ചെയ്ത എത്ര പേര് അറിയാം? അവരിപ്പോൾ എന്താണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. അതായത് അവരൊക്കെ വളരെ പെട്ടെന്ന് ഭൂമിയിലുണ്ടാവില്ല. പിന്നെ ഒരു ദുഷ്പ്രവൃത്തി ചെയ്യാൻ ഒരു ആത്മാവിനെയോ വേറെ എന്തെങ്കിലും കൂട്ടുപിടിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. അത് ഇദ്ദേഹത്തിന് പിന്നെ താങ്ങാൻ പറ്റില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ. ഈ ഇവിടെ നിൽക്കുന്ന നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൂടെ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും ഓരോ ആത്മാക്കളാണ്. ഇപ്പോ ഞാൻ ചിത്രയെ വേദനിപ്പിക്കുകയാണെങ്കിൽ, ചിത്രയുടെ ബോഡിയിൽ ഞാൻ ഒരു അടി അടിക്കുകയാണെങ്കിൽ, ആ വേദന അടി കിട്ടുന്നത് ബോഡിയിലാണെങ്കിലും പെയിൻ കിട്ടുന്നത് ആത്മാവിനാണ്. തിരിച്ച് 100% എനിക്ക് അതിന്റെ റിയാക്ഷൻ കിട്ടും. ഒന്നുകിൽ ചിത്രയുടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ വേറെ പല ഭാഗത്തു നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരാത്മാവിനെയും കഴിവതും വേദനിപ്പിക്കരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് 100% പറഞ്ഞു കേട്ടിട്ടില്ലേ? പല ആൾക്കാരും ഈ പിരിവെട്ടി മാനസിക സമ്മർദ്ദങ്ങളിലായി മാനസിക നില തെറ്റി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ വല്ലാത്തൊരു സ്റ്റേജിൽ പോകും. അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. മാനസിക നിലയൊക്കെ തെറ്റി എവിടെയെങ്കിലും നിൽക്കുന്ന കാണാൻ പറ്റും. അവരുടെ ലൈഫ് സ്പാൻ പോലും നമുക്ക് പറയാൻ പാടില്ല പൂർണ്ണമായിട്ട് ഉണ്ടാവണമെന്ന് തന്നെയില്ല. അത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോ ഈ ആത്മാക്കളൊക്കെ വേറൊരു ദേഹത്തേക്ക് നോക്കി നിൽക്കായിരിക്കും അതിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉറപ്പല്ലേ? അനുഭവത്തിലുണ്ടോ? ഒരുപാട് പേരുണ്ട്. എന്നെ അബാക്കിൽ നിന്ന് വിളിക്കുന്ന ഒരുപാട് പേര്, കൺസൾട്ടേഷൻ വിളിക്കുന്ന ഒരുപാട് പേർക്കും മെയിനായിട്ട് അമ്മമാരെ വിളിച്ച് കരയുന്നത് മക്കളുടെ ദേഹത്തുള്ളത് പല വഴികളും നമുക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ എന്തുകൊണ്ടാണ് പെൺകുട്ടികളുടെ ദേഹത്ത് ഇങ്ങനെ ഒരിത് വരുന്നത്? ഒരു മീഡിയം നോക്കി നിൽക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട് അല്ലെ? ആ മീഡിയം ചിലപ്പോൾ പേടിക്കും. നമ്മൾ ഇങ്ങനെ ഞെട്ടില്ലേ, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലായിരിക്കും നമ്മൾ ഞെട്ടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് ഒരു എനർജി ഉണ്ടാവും. അപ്പം ആ ഒരു എനർജി വരാതിരിക്കാൻ നമ്മുടെ ചൈതന്യത്തെ അടുത്ത ലെവലിൽ എപ്പോഴും അടുത്ത ലെവലിലാക്കി നിർത്തുക. അത് എന്ത് വന്നാലും നമ്മളെ ബാധിക്കില്ല. നമ്മുടെ ഊർജം അടുത്ത ലെവലിലാണ്. നമ്മൾ അത്രയും ഉപാസിച്ച് അത്രയും ജപിച്ച് ഭയങ്കര പീക്ക് ലെവലിൽ നിൽക്കുകയാണെങ്കിൽ പോസിറ്റീവ് അല്ലാതെ ഒരു നെഗറ്റീവ് ആത്മാരും വരാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ പർപ്പസ്ഫുള്ളി നമ്മളെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് 90 ഡേയ്സിനകത്ത് തിരിച്ചടി കിട്ടിയിരിക്കും. 90 ഡേയ്സ് ഒന്നും പോവില്ല. കാരണം അതങ്ങനെയാണ്. അപ്പോൾ കഴിവതും പല പെൺകുട്ടികളുടെയും ദേഹത്ത് ഇങ്ങനെ വരുന്നത് ഒരു മീഡിയത്തിനെ നോക്കി നിൽക്കുന്ന പല സോൾസ് ഉണ്ടാവും. കഴിവതും ഒരു മീഡിയം ആവാതിരിക്കാൻ വേണ്ടി പാരന്റ്സിനൊരു അവയർനെസ് ഉണ്ടാകണം. ഇത് ഇല്ല എന്നുള്ളതല്ല, 100% ഉള്ളത് തന്നെയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ.